Good morning. Good morning. Mommy. Good morning. Good morning from Cook. അപ്പോൾ ഇന്നാണ് ഇനോഗ്രേഷൻ ഡേ. രാവിലെ തന്നെ എണീറ്റു ഫ്രഷായി ഒരു നല്ല കോഫിയൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളി വൈബാണ് ഗൈസ്. ഇവിടെ ഫുള്ള് ഫോഗൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ട്. ക്യാമറയിൽ കാണുന്ന പോലെയല്ല, അതിനേക്കാളും ബ്യൂട്ടിയാണ്. മാഷാല്ല, നല്ല രസമുണ്ട്. ട്രീസൊന്നും കാണില്ല ദൂരത്ത്, അത്രയ്ക്ക് അടിപൊളിയാണ്. രാവിലെ തന്നെ ഇപ്പോൾ എബ്ബൊക്കെ എണീറ്റ് ഡാഡ സൈഗോ ഒക്കെ അവിടെ ട്രാംപ്ലിനിൽ ചാടാൻ പോയിരിക്കുക. ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവും, കളിച്ചോണ്ടിരിക്കുക അവിടെ. അപ്പോൾ ഇന്ന് ഇനോഗ്രേഷനാണ് കഫേ ടോസിൻ്റെ. അപ്പോൾ റെഡി ആയിട്ട് കുളിച്ച് ഫ്രഷായി മേക്കപ്പൊക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോകണം. അതിന് മുമ്പ് ഒരു മോർണിംഗ് വൈബ് എടുക്കാം. നമ്മളൊക്കെ നേരത്തെ എണീറ്റ് ചാടണം അവിടെ. ലെറ്റ്സ് ഗോ ദേർ. കാണില്ലല്ലേ, ഫോക്ക് കൊണ്ടിട്ട് അറ്റത്താണ്. എപ്പിന് ഒറ്റയ്ക്കും വിടാൻ പേടിയാന്ന് തോന്നുന്നു ബേബിക്ക്. അയ്യോ, ഒരു കുഞ്ഞി സാധനം ദൂരെ നിന്ന് നോക്കുമ്പോ എബു. സൈഗു നല്ല ചാടി എൻജോയ് ചെയ്യണ്ട കേട്ടോ. എബു ജംപ്. ഓ സൈഗു ഒരു വിച്ച. ഹായ്, ഗുഡ് മോർണിംഗ്. എണിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡാഡ അടുത്ത് താഴെ വന്നാ, ബ്രഷ് പോലും ചെയ്യാതെ. ഓ ഓ ഓ എപ്പോ ചാടിക്കോ, ഭയത്ത് ചാടിക്കോ. നീല കൈ പിടിച്ചോട്. ലെബുനെ കൈ പിടിച്ച് ചാടിയ സൈഗു ഒന്നിച്ച്. ബൈ എടുത്ത് പോ. ഇപ്പോഴാണ് അവിടെ ഒരു വൈബ് കിട്ടിയത്. അവനൊന്ന് ഗ്രാൻഡ് ഹയറ്റിൽ വെച്ചു അങ്ങനെ ആയിരുന്നല്ല, നിന്റെ കയ്യിലുള്ളപ്പോൾ അവനൊരു ധൈര്യം. കാല് കടയി കൊടുത്തായിട്ടില്ലേ. ചമ്പക്കെ കുഞ്ഞി സുഖം കിട്ടി. ഇപ്പൊ ഞാൻ പമ്പ് ആയിക്കോട്ടിരിക്കണത് തന്നെ സൈഗു ചാടുന്നതാ. ആ ഫോഴ്സിലാണ് ഞാൻ പമ്പ് ആയിക്കോട്ടിരിക്കുന്നത്. ശ്വാസം മുട്ടലും മതി. റെഡിയാവണോ ഇപ്പൊ? നമുക്ക് ഞാൻ ഇറങ്ങണത് തലകുത്തി വീഴൊന്നും എടുക്കട്ടെ. തലകുത്തി വീഴണം. നമ്മളിങ്ങനെ പൂൾ പോണ ഏരിയ ആണ്. നമുക്ക് ടൈമില്ല ആക്ച്വലി, ഇല്ലെങ്കിൽ പൂളിലൊക്കെ കളിച്ച് തകർക്കായിരുന്നു. ആഹാ, എനിക്ക് കോപ്പറേറ്റ് തരാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്യൂ അല്ലേ ബേബീസ്. അയ്യോ, ഇതിപ്പോ ടഫാവട്ടാ. ചെറുക്കം കണ്ട സീനായിരിക്കും. ഒരു വെറൈറ്റി. ഓക്കെ, വൈബൊക്കെ ആസ്വദിച്ചിട്ട്, നേച്ചർ വൈബൊക്കെ ആസ്വദിച്ചിട്ട് കുളിക്കാൻ നോക്കിയ പറ്റിയ പൂൾ. ഹാപ്പി. പൂള് കണ്ടിട്ട് എന്താണ് നമുക്ക് പോയാലോ? ടൈമായി. ലെറ്റ്സ് ഗെറ്റ് റെഡി. നല്ല കോഫിയൊക്കെ കുടിച്ച് എനർജായി. ഇനി റെഡി ആവാ. ഏത്? ആ, ഈ ഒരു വാക്ക് വേ നോക്കി അടിപൊളിയല്ലേ, നല്ല രസമല്ലേ, നല്ല ഉണ്ട്. ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. നൈസ്. അങ്ങനെ കുളിച്ച് ഫ്രഷായി. ഇപ്പൊ 8 o'clock കഴിഞ്ഞ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്രയൊക്കെ ബേബി? 8:30.
സോ ഇപ്പോൾ 8 o'clock കഴിഞ്ഞു. ഇനി ഹാഫ് ആൻ അവർ ഉണ്ട്, 15 minutes ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ മേക്കപ്പ് ചെയ്യണോ വേണ്ടേ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ ബേബി പറയണേ പറ്റാവുന്നത്ര ചെയ്യാൻ. സുന ഓൾറെഡി തുടങ്ങി. അപ്പോൾ എനിക്കും ഒരു പേടി, ഞാൻ മാത്രം ലേറ്റ് ആവും പിന്നെ. അപ്പോൾ ഞാനും തുടങ്ങാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ആവണത്ര ചെയ്യും, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് ബാക്കി ഒരു ഫിനിഷിങ് ടച്ചിങ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ. സോ ഗൈസ്, അപ്പോൾ ഹാഫ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ഫുള്ളൊന്ന് സെറ്റ് ആക്കാൻ. ബേസ് ഒക്കെ റെഡിയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഇവരിങ്ങനെയാണെന്നേ, ഫുൾ ലേറ്റ് ആണ്. ഞാൻ മാത്രം പക്ക ടൈമിംഗ് ആയിട്ട്. ബേബി അപ്പം മൈൻഡ് വേർഡ്സ് അറിയാം. കാണായിരുന്നു വിളിച്ചില്ലെങ്കിൽ രാവിലെ. ഇല്ല, പക്ഷെ ഇന്ന് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അസർത്താവണമായിരുന്നു. ബിക്കോസ് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഐ ബി ലൈക്ക് ടെൻസ്ഡ്. ടൈമായ ഇന്നലെ ഞാൻ പറയുകയും ചെയ്യണമായിരുന്നു വേവടുത്ത്. നമ്മൾ 10 മണിക്ക് എണീച്ചാൽ എന്തായി പോവല്ലേ. ഏർലി മോർണിംഗ് തന്നെ എണീറ്റായിരുന്നു. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ദ യമ്മി ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് നോ ഐഡിയ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അവിടെ പോയിട്ട് കാണിച്ചു. നമ്മളെല്ലാവരും റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മൾ റെഡി ആയിട്ട് കോസ്റ്റ്യൂം ഒന്നും കാണിക്കാൻ പറ്റില്ല ബിക്കോസ് ലേറ്റായി. അപ്പോൾ എല്ലാവരും വണ്ടി കയറി പെട്ടെന്ന്. നമ്മൾ എന്തായാലും ഫോട്ടോസ് ഇടും ഇൻസ്റ്റയിൽ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ടൈം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കാണിച്ചു തരാം. അവിടെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ എം നോട്ട് ഷുവർ. പറ്റുമെങ്കിൽ ചെയ്യും ഗൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾ എല്ലാരെയും കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം വേണമെന്ന് തന്നെയാണ്. കാരണം ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ഒരുപാട് കമന്റ്സ് വരുമായിരുന്നു. ഇതുപോലെ കൂർഗിൽ നിന്നാണ്, വലിയ കുതികരിൽ നിന്നാണെന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആരെയൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരിക്കലും ഇൻഷാല്ലാ ഇവിടെ വന്ന് നിങ്ങളെക്കൊന്ന് കാണണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പഠിത്തം സഹായിച്ച് എനിക്ക് അതിനുള്ള അവസരം എനിക്കത് കിട്ടി. ഒരുപാട് സന്തോഷം. Shadi sir, hearty welcome sir. So this is the sweetest gesture for you. Can we clap everybody? Only join the chapale. And this is for you sir. Thank you so much. Ashuna ma'am, hearty welcome. Suvarna ma'am, hearty welcome ma'am. Thank you. And the family, what's your name ma'am? Sorry. Sulena ma'am. Thank you. Sulena ma'am, hearty welcome. Thank you so much. And hi boy.
എന്നൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പുതിയൊരു ട്രയൽസിന്റെ വണ്ടി ഉണ്ടായിരുന്നു. റോക്കറ്റ് അതൊരു ചെറുപ്പത്തിൽ ഒരുപാട് എന്താ പറയാ സ്പോർട്സ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. കമ്പ്യൂട്ടറിൽ ഒരു വാൾപേപ്പറൊക്കെ ഇട്ടിട്ടുള്ള ഒരു വണ്ടിയാണ്. ആ വണ്ടി ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ സ്വന്തമാക്കി. KL07 രജിസ്ട്രേഷനിൽ ഫസ്റ്റ് റോക്കറ്റ് 3 ആണ് GT. അതന്നെ ഏറ്റവും പുതിയ വിശേഷം. പിന്നെ മോന്റെ സുന്നത്ത് കല്യാണം ഇങ്ങനെ സംഭവങ്ങളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ അതിന്റെ ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട് 15-ാം തീയതി. അത് നോർത്ത് പറവൂരിൽ റിസോർട്ടിലാണ്. അതിന്റെ ഇത് കഴിഞ്ഞിട്ട് വേണം അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഇരിക്കും. കൂലിപ്പണിയല്ല, ഞാൻ മുമ്പ് കപ്പലണ്ടി കച്ചവടം വരെ ചെയ്തിട്ടുണ്ട്. ഫുട്പാത്തിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. പഴയ ഓർമ്മകൾ എനിക്ക് അതിപ്പോഴും ഭയങ്കര പ്രൗഡാണ്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പാടുകളിൽ നിന്നും ഞാൻ വളർന്ന് ഈ ലെവലിൽ എത്തിയത് എനിക്ക് അതൊന്നുമില്ല. കുറച്ചുകൂടെ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാനുണ്ടെങ്കിൽ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന ജീവിതം എന്നുണ്ടെങ്കിൽ ഞാനൊരു സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ലൈഫിലാണ് ഇത് ജീവിക്കുന്നത്. ദൈവത്തിനോട് ഒരുപാട് നന്ദി. പിന്നെ അതിലെല്ലാ കാരണക്കാരും നമ്മുടെ ഓഡിയൻസ് തന്നെയാണ്. ഇന്ത്യയിൽ പല പല സ്ഥലത്തുനിന്നായിട്ടാണ് പിന്നെ മീഡിയത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. One more. ഇത് ഉമ്മാണ് ഇവിടുത്തെ. ഇത് ഉമ്മാണ്. ഇത് ലവ്ലി യെസ്റ്റർഡേ വെയിറ്റിംഗ്. 3 പാർട്ട്നേഴ്സിന്റെ ഹെഡ് അല്ലെ ഹെഡ്. സോ അവരുടെ ബ്ലെസ്സിങ്സ് ആണ്, അവരുടെ ദുആണ് ഇത്രയൊക്കെ. ഇനിയും ദുആ ചെയ്യണം നിങ്ങളെ. ഇനിയും ഹൈ ഹൈ ഉയർന്നോണ്ട് ഞാനും ദുആ ചെയ്യും. എന്നെ ഒരു ഇമിറ്റേറ്റ് ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട്. പറഞ്ഞേ എങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞാൻ സലാം പറയാറ്. ഒന്നൂടെ
3, 2, 1, go. Welcome back to my channel. കഫേ ടോസില്ല Yes. പേര് പറയാൻ പോണു, പറ. കഫേ ടോസ് നമ്മൾ ഇനോഗ്രേഷൻ ചെയ്തിട്ട് ഇവിടെയുള്ള വെറൈറ്റി ഓരോ ഐറ്റംസ് നമ്മൾ വെരി എക്സൈറ്റഡ്. മൊയ്റ്റോസിന്റെ കളേഴ്സ് കണ്ടിട്ട് തന്നെ വെരി ഒക്കെ എക്സൈറ്റഡ്. തന്നെ പല കളറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തായാലും ഓരോന്ന് ട്രൈ ചെയ്തിട്ട് സോനു ഡാഡം കിഡ്സ് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ മൊയ്റ്റോ. നമുക്കില്ലെന്നോ മൊയ്റ്റോ. ഇതിൽ തന്നെ പറഞ്ഞു ഇവിടെ നല്ല ഫുഡൊക്കെ സുനു പറഞ്ഞ് നമ്മൾ എക്സൈറ്റഡ് ആണ്, നിങ്ങളും വെൽക്കം ചെയ്യുന്നത് പറഞ്ഞില്ല സുനു. എല്ലാരും വന്നിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ലുക്സ് യാം. പൊളിപ്പൊളിയാ. എനിക്കും ടേസ്റ്റ് ചെയ്യണം. കണ്ണട മറന്നുപോയി. കന്നഡയിലല്ലോ പറഞ്ഞ മറന്നു കേട്ടോ. എല്ലാരും ഇവന് സ്ട്രെസ് ചെയ്യണായിരുന്നു. ഞാൻ പറയായിരുന്നു, പക്ഷെ ഐ വാസ് ഇൻ സ്ട്രെസ് മോഡ് ഓൺ. കന്നഡയിലൊക്കെ കുറെ എങ്ങനെയുണ്ട് ആശ്വാസ്? വെരി നൈസ്. ബാക്കിലൊക്കെ എല്ലാരും അവിടെ ഇങ്ങനെ പാവങ്ങൾ കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ ഭയങ്കര റഷായി പോയി. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോ ചെറിയൊരു ബ്രേക്ക് എടുത്തതാ. വി വേർ ഇന്ററാക്ടിങ്. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യട്ടെ. ഫുഡ് മെയിൻ അല്ലേ? യെസ്. സൈകു കുടിച്ചാ? കഫേ ടോസിന്റെ ഐറ്റംസ് ഒക്കെ സുരു കുടിച്ചില്ല? സുരു നഗറ്റ്സ് വന്നിട്ടുണ്ട്. നഗറ്റ്സ് എല്ലാം ടേസ്റ്റ് ചെയ്യണമായിരുന്നു അല്ലേ? ഓക്കെ. പക്ഷേ ടേസ്റ്റ് ചെയ്ത നഗറ്റ്സ് സ്പൈസിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. മഷു പറഞ്ഞു സ്പൈസി ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. എബോ കഴിക്കണ നോക്കിയേ. എബോന് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടം. ബിക്കോസ് നമ്മൾ മാത്രമേ ഉള്ളൂ. ക്രൗഡ് ആണ് പറ്റില്ല. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു കഴിച്ചു. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ബഹളം വെക്കാൻ തുടങ്ങി. ഞാൻ ചെറുപ്പത്തിൽ ഐ ആം സോ ഇൻട്രോവേർട്ട് എന്ന് പറയും. വലുതാകുമ്പോൾ എന്നെക്കാൾ ആക്റ്റീവ് ആവാനാവായിരിക്കും. ഓക്കെ. പുറത്ത് പിന്നെ ചെണ്ടമേളം കേൾക്കണം. ചെണ്ടമേളം ഞാൻ വേർത്ത് വിളിച്ചിരിക്കണ മസ്റ്റ് ആയിട്ട് എല്ലാവരും വന്നിട്ട് കഫേ ടോസിന്റെ ഫുഡൊക്കെ കൂടെ ട്രൈ ചെയ്യണം. ചിക്കൻ ഒരു രക്ഷയില്ല. നല്ല ക്രിസ്പി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് സ്പൈസി ആയിട്ട് അതേപോലെ തന്നെ മൊജിറ്റോസൊക്കെ ഓരോ ഫ്ലേവറും ഓരോ ഡിഫറെന്റ് ആയിട്ടാണ്. നല്ല അടിപൊളി. സൂപ്പറായിട്ട്. ഓക്കെ. സുരയുടെ മുഖത്തൊരു വെട്ടം. സുരയുടെ മുഖത്തൊരു വെട്ടം. പിസ ചീസി. പക്ഷെ നല്ല ചൂടുണ്ട്. ഇപ്പൊ എടുത്ത് വായിൽ വെച്ചാൽ അവർക്ക് കഥകളിയുണ്ട്. അതൊക്കെ ആർക്കും തന്നെ അറിയാം. ആറിട്ട് കഴിക്കാം. എബു, യു ലവ് ഫ്രഞ്ച് ഫ്രൈസ്? How's the blast? Super. Blast is blasting. ഓറഞ്ച് കിവി ബ്ലാസ്റ്റ്. സാധാരണ കൂർഗിലൊക്കെ വന്നിട്ട് നമ്മൾ ഇതേപോലുള്ള ഡ്രിങ്ക്സ് ഒന്നും കുടിച്ചിട്ടില്ല. ഇവിടെയൊക്കെ വന്നാൽ നമ്മൾ നോർമലി വേറെ ഓരോന്നൊക്കെ കോമൺ സംഭവങ്ങളൊക്കെ ഇത് കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ട്. കഫേ ടോസ് വലിയൊരു സക്സസ് ആയിട്ട് എന്ന് ആശംസിക്കുന്നു. എനിക്ക് അവിടെ കുറെ
ഇല്ല ഞാനൊന്നും പറയാം പുള്ളിക്ക് അച്ഛനെ 2 ദിവസം ഇനി വരട്ടോ ഒരു കാര്യം നീ കൂടെ ചൂടാ മാറിയിട്ടുണ്ട് അത് കഴിച്ചോ ചൂട് മാറിയിട്ടുണ്ട് ടിഷ്യൂ അടിപൊളി അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ഇൻട്രോഡ്യൂസ് ചെയ്യാം പിസ്സ ആ വീഡിയോ സോനുവിന്റെ റെയർ ആണ് അങ്ങനത്തെ എക്സ്പ്രഷൻ വരാറുള്ളൂ. ഐ തിങ്ക് ഷീ ലവ് ഇറ്റ്. ഐ എം ഫീൽഡ് ആക്ച്വലി മൊയ്റ്റോ കുടിച്ചിരുന്ന നല്ലോണം. അതേ ലൊക്കേഷൻ ഞാൻ ഇനി വേറെ ഇത് പിള്ളേരുടെ ചോക്ലേറ്റ് കുടിക്കോ ചോക്ലേറ്റ് ആ സുനു അതെടുത്തോ അതെടുത്തോ. No words. Amazing. രക്ഷയില്ലല്ലേ? പൊളി. അടിപൊളി. അടിപൊളി ഇപ്പോഴാണെങ്കിൽ അതിന്റെ ആളാണ് ഈ ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല. ആസ് ദ ടോൾ നമ്മൾ ഓരോ ഐറ്റം നമ്മൾ ഫാമിലിക്ക് ഇപ്പോൾ ഓരോ ഐറ്റമിനോടാണ് താല്പര്യം. ഷീസ് എ പിസ്സ ഫാൻ, ഞാൻ വേറെ ആയിരിക്കും, സൈഗു വേറെ. സോ നമുക്ക് എല്ലാവർക്കും ഓരോ ടേസ്റ്റ് ആണ്. അതന്വേഷിച്ച് ബേബി പല ടൈമിലും നമുക്ക് വേണ്ടി വേറെ വേറെ ഷോപ്പൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഹിയർ എല്ലാം കിട്ടും. ഈ ഒരു കെപ്പ ടോസ്റ്റിന്റെ പ്രത്യേകത എല്ലാം കിട്ടും. കം ഹിയർ യു വിൽ എൻജോയ് ദ മീൽ. ഇവിടെ സൈഗു ഇവിടെ കഴിച്ച് മന്ദിച്ചിരിക്കുന്നു. സൈഗു പുള്ളി കഴിച്ച് ഇതായി ഇപ്പൊ കിറങ്ങിപ്പോയി. സുനു സുനു കൊള്ളട്ടാ. ഈ പിസ്സ ഒരു രക്ഷയില്ലട്ടാ. അടിപൊളി നല്ല ടേസ്റ്റ്, സ്പൈസി ആയിട്ട്. ആ ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് സ്പൈസി ആയിട്ട് നല്ല ഫ്ലേവർ. ഓക്കെ അപ്പൊ എല്ലാവരും കഴിക്കട്ടെ. കുറെ പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എല്ലാവരും ഒന്ന് കാണാൻ. എങ്ങനെയുണ്ട് സുനോ? പൊളി. ചോക്ലേറ്റ് കൊള്ളാം. അടിപൊളി ഫുഡൊക്കെ കഴിച്ച് പുറത്ത് പോണാണ്. പിന്നെ വെയിറ്റിംഗ്
ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയാം. ഹായ് 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 ഹായ്. ബൈ ബൈ. ഗൈസ് Guys, the inauguration was so good and the cool people are amazing. അടിപൊളിയായിരുന്നു. So loving, നല്ല സ്നേഹമുള്ള ആൾക്കാര്, നല്ല സ്നേഹമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സഹകരണവും സ്നേഹവും എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര സന്തോഷം. ഹോൾസം പരിപാടിയായിരുന്നു. ഹോൾസം ആയിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അവരുടെ വീട്ടിലൊക്കെ പോയി. ബിക്കോസ് അതിന്റെ ഓണറിലാണ് മൻസൂറിന്റെ വൈഫ് ഇതേപോലെ ഡെലിവറി കഴിഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ബിബി ഫാമിലിനെ കൊണ്ടുവരണം, അവരെയൊക്കെ കാണുന്നത്. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് ഇറങ്ങുന്നോണ്ടിട്ട് നമ്മളെ കാണാൻ അവർക്ക് ഇനോഗ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. 20 days ആയിട്ടു. അതെ, പറ്റിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടുന്ന് ഒരു 10-14 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ചു നമ്മളൊന്ന് പോയി കണ്ടിട്ട്, നമ്മളെത്ര ആഗ്രഹിച്ചല്ലേ, അപ്പൊ വീട്ടിൽ പോയി കണ്ടിട്ട് നമുക്ക് കൊച്ചിയിലേക്ക് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ മൻസൂറിന്റെ അതേപോലെ തന്നെ വാപ്പായുമായും നമ്മള് ഫ്രണ്ടില് ഗൈഡ് ചെയ്തു, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അവിടെ ഒരുപാട് പേര് കാണാനുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുടെ ഭയങ്കര സ്നേഹമുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു. പക്ഷെ നമുക്ക് അങ്ങനെ എല്ലാം കഴിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി കഫേന്ന് തന്നെ നല്ല ഫുഡൊക്കെ കുറെ കഴിച്ചിട്ട് വന്നുകൊണ്ടിട്ട്. എന്നാലും ഭയങ്കര സന്തോഷമായി. എല്ലാവരും കാണാനൊക്കെ പറ്റിയല്ലോ. മൻസൂറിന്റെ വൈഫിനെ അതേപോലെ തന്നെ കുട്ടീനൊക്കെ കാണാൻ പറ്റി. ചെറിയ 20 ദിവസമായിട്ടുള്ളൂ സോറി, കുട്ടീനെയൊക്കെ കാണാൻ പറ്റി. മാഷാഅല്ലാഹ്, അടിപൊളി. നല്ല The day was very nice. Perfect day എന്ന് പറയാം അല്ലേ? അടിപൊളിയായിരുന്നു. കാണിക്കാൻ പറ്റില്ല. ഇനി പ്രകൃതി ഭംഗികളുടെ കളിയായിരിക്കും. നമ്മളിനി വയനാട് ഹാപ്പിനെസ് ആയിട്ട് സത്യം ഹാപ്പിനെസ് കൂടുമ്പോഴും നമുക്ക് എനിക്കുള്ളത് സന്തോഷം കൂടുമ്പോഴെങ്കിലും പതറില്ല. അത് മാത്രല്ല, സ്ട്രെസ് കൂടിയാലും നമുക്ക് കുഴഞ്ഞു പോകും. സന്തോഷം ഭയങ്കരമായിട്ട് സന്തോഷം പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര സന്തോഷം. അപ്പോ ഇനി നമ്മൾ കുറച്ച് നേച്ചറൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് പോണത് നമ്മുടെ നാട്ടിലോട്ട്. ആൻഡ് വി ആർ വെരി എക്സൈറ്റഡ് ബിക്കോസ് നാളെ നമ്മളെ റിലേറ്റീവ്സ് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് മമ്മ, പപ്പ, ഷാലു, മഷുക്ക്, ആന്റീസ്, എല്ലാവരും uncles and all my cousins are very excited to celebrate my son's day, his big day. ഞാൻ കിടക്കടയിലൂടെ ഗൈസ് ഞാൻ പറയാൻ വന്നത്, അവിടെ കഫേ ഹൗസിൽ വന്ന എല്ലാവരോടും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ വിഷമിക്കണ്ട, ഇൻഷാല്ല നമുക്ക് ഒരു ദിവസം പോലെ വരുമ്പോ കണ്ട് എല്ലാവരോടും പിന്നെ എടുക്കാവുന്നതാണ്. മാക്സിമം എടുത്തിട്ടുണ്ട്, പക്ഷെ കുറെ ഒക്കെ എടുക്കാൻ പറ്റാറില്ല. കുറെ ബ്ലോക്ക് ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് അധികം വരെ എടുക്കാൻ പറ്റില്ല. ഇൻഷാല്ല ഇനി നമ്മൾ ഒരു വർഷം വരുമ്പോ എല്ലാരും വരിക, നമുക്ക് എടുക്കാം, അടിച്ചു വിളിക്കാം. സോനുന്റെ ഗുൽമോഹർ ഈയിടെ സോനു ഗുൽമോഹറിന്റെ ക്രൈസ് ഭ്രാന്തായിരിക്കും. വണ്ടിയുണ്ട്, ഇനിയും കിട്ടും പുറമെ. അപ്പൊ ഇപ്പൊ ഇന്ന് നേരത്തെ രാവിലെ എണീച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എണീക്കുമ്പോ തന്നെ. സോ ഹീസ് വെരി സ്ലീപ്പി, അവിടെ നാപ്പ് എടുത്തോണ്ടിരിക്കുക. ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ ഇപ്പൊ ഡ്രസ്. ഞാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാൻ ഇത് ഐ മീൻ ഡോട്ട്സ്, അവന് സ്ട്രൈപ്സ്. ക്യൂട്ടി. അവനൊന്നും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഹി വാസ് ഫൈൻ. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കിട്ടിയപ്പോ ഹി വാസ് ഓക്കെ. ആൻഡ് അടിപൊളി, ഫീലിംഗ് സോ ഗുഡ്. അപ്പൊ ഇനി റിട്ടേൺ നമ്മുടെ നാട്ടിലോട്ട്. നാളെ എന്റെ ആൾക്കാരൊക്കെ വെരി ഹാപ്പി. അവര് വെറൈറ്റി ഒക്കെ പോകുമ്പോൾ തന്നെ പാക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ബിക്കോസ് അവർക്കൊരു ട്രിപ്പ് വരണ പോലെ ആയിരിക്കും ഇങ്ങോട്ട്. അപ്പോ ലെറ്റ്സ് ഗോ. Are you guys happy? എല്ലാരും ഹാപ്പി അല്ലേ? നെല്ലിഹുദിക്ക്. We love you.